കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് ഉണ്ട്. ഇവരൊക്കെ പലതരത്തിലുള്ള വീഡിയോസ് ഉണ്ടാക്കി റീച്ച് കിട്ടാൻ വേണ്ടിയിട്ട് അപ്ലോഡ് ചെയ്യുന്ന ആളുകളുണ്ട്. എന്നാൽ ഹലോ ഹായ് SBT ടോക്സിലേക്ക് സ്വാഗതം. കണ്ണൂർ പാപ്പിനിശ്ശേരിയിൽ 4 മാസം മാത്രം പ്രായമുള്ള കുട്ടിയെ ഇല്ലാതാക്കിയിട്ടുള്ളത് 12 വയസ്സുകാരി. ഇതിന്റെ സത്യാവസ്ഥ എന്താണ്? ഇതിന് കാരണമായിട്ടുള്ളത് പാരന്റ്സ് ആണോ അതോ സോഷ്യൽ മീഡിയ ആണോ? കണ്ണൂരിലേക്കാണ് മരിച്ചത് 4 മാസം പ്രായമുള്ള കുഞ്ഞ് ഇല്ലാതാക്കിയത് 12 വയസ്സ് മാത്രമുള്ള ചേച്ചി. നമ്മളെ വലിയ പ്രയാസത്തിലാക്കിയ വാർത്തയായിരുന്നു കണ്ണൂരിൽ നിന്ന് എത്തിയത്. ന്യൂസസിലൊക്കെ പറയുന്നത് പ്രയാസമായിട്ടുണ്ട്, അത് ഉള്ളത് തന്നെയാണ്. എന്നാൽ ചില ന്യൂസസ് പറയുന്നത് ഞെട്ടിപ്പിക്കുന്ന വാർത്തകളാണെന്നൊക്കെ. എന്നാൽ അത്ര വലിയ ഞെട്ടലൊന്നുമില്ല ഇപ്പോൾ കേരളക്കാർക്ക്. കാരണം എന്ന് പറയുന്നത് ഇതൊക്കെ സർവ്വസാധാരണമായി മാറിക്കൊണ്ടിരിക്കുകയാണ് കേരളത്തിൽ. എന്നാൽ ഈ 12കാരി ഈ കുട്ടിയുടെ ആരാണെന്ന് നോക്കാം. കണ്ണൂർ പാപ്പിനിശ്ശേരി പാറക്കലിലെ 4 മാസം പ്രായമുള്ള കുഞ്ഞിനെ കൊന്നത് ബന്ധുവായ 12കാരി എന്ന് സ്ഥിരീകരിച്ചിരിക്കുകയാണ്. കുഞ്ഞിന്റെ അച്ഛന്റെ സഹോദരന്റെ മകളാണ് കൊലപാതകം നടത്തിയത്. വളർത്തച്ഛന്റെ സ്നേഹം കുറഞ്ഞു പോകുമോ എന്ന ഭയം മൂലമാണ് കുട്ടിയെ കൊന്നതെന്ന് പോലീസ് പറയുന്നു. 12കാരിയെ ഇന്ന് തന്നെ ജുവനൈൽ ജസ്റ്റിസ് ബോർഡിന് മുൻപാകെ ഹാജരാക്കും. 12കാരിയെ ജുവനൈൽ ജസ്റ്റിസ് ബോർഡിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. 12കാരി എന്ന് പറയുന്നത് കൊല്ലപ്പെട്ട കുട്ടിയുടെ അച്ഛന്റെ സഹോദരന്റെ മകളാണ്. എന്നാൽ ഈ പെൺകുട്ടിയുടെ അമ്മ ഇവരെ ഉപേക്ഷിച്ചു പോവുകയും അതിനുശേഷം അച്ഛൻ ഇപ്പോൾ അടുത്തായി മരണപ്പെടുകയും ചെയ്തു. അതിനുശേഷമാണ് ഈ സഹോദരൻ ആ പെൺകുട്ടിയെ എടുത്തു വളർത്താൻ തീരുമാനിക്കുന്നത്. അങ്ങനെ ഈ വ്യക്തി ആ കുട്ടിയുടെ വളർത്തച്ഛനായി മാറുകയും ചെയ്തു. എന്നാൽ എന്തിനാണ് ഈ പെൺകുട്ടി ഈ ഒരു കൃത്യം ചെയ്തിട്ടുള്ളത് എന്ന് പോലീസ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ പറയുന്നത് കേട്ടു നോക്കാം. മർഡർ ചെയ്തത് ഒരു 12 വയസ്സ് കുട്ടി. വയസ്സ് കറക്റ്റായിട്ട് ഇന്നും റെക്കോർഡിക്കലായിട്ട് ഞങ്ങൾ ഇന്നും അന്വേഷിച്ചിട്ടില്ല. ബട്ട് 7ാவது വകുപ്പ് പഠിക്കുന്ന ഒരു കുട്ടിയാണ്. സോ അവരെ ഇപ്പോൾ അപ്രിഹെൻഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ മേലും ഇതുകുറിച്ച് ഇൻവെസ്റ്റിഗേഷൻ ചെയ്യും. ഒരു ജലസ് ഉണ്ടായി ഈ 12 വയസ്സ് കുട്ടിക്ക്. അവർക്ക് കിട്ടാൻ വേണ്ടിയ സ്നേഹം കിട്ടില്ലാണ് അവർ ഒരു പെർസെപ്ഷൻ ഉണ്ടായി. പിന്നെ അവർ പറഞ്ഞത് ഇതാണ്, സ്നേഹം കുറവായി, എനിക്ക് സ്നേഹം കുറവായി എന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. അതുകുറിച്ച് ഇപ്പോൾ അപ്രിഹെൻഡ് ചെയ്യും. പിന്നെ JJB ജുവനൈൽ ജസ്റ്റിസ് ബോർഡ് മുന്നേ ഹാജരാക്കും. സ്നേഹം കുറഞ്ഞുപോയി അല്ലെങ്കിൽ സ്നേഹം കുറയുന്നതായിട്ട് തോന്നി, അതുകൊണ്ടാണ് ഈ ഒരു കൃത്യം ആ കുട്ടി ചെയ്തിട്ടുള്ളത് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇതിനെക്കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അതിനു മുമ്പായി ആ പെൺകുട്ടി കൊടുത്ത മൊഴി നമുക്കത് ആദ്യം ഒന്ന് കേട്ടു നോക്കാം. ഈ 12 വയസ്സുകാരി നൽകിയ മൊഴി അനുസരിച്ച് ഈ കുഞ്ഞിനെ 4 മാസം പ്രായമുള്ള ഈ കുഞ്ഞിനെ ഈ കുട്ടി 12 വയസ്സുകാരി ശുചിമുറിയിൽ പോയി തിരിച്ചു വരുന്ന സമയത്ത് കാണുന്നില്ല. അതിനുശേഷം നടത്തിയ തെരച്ചിലാണ് വീടിന് സമീപത്തെ കിണറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തുന്നത്. ഇങ്ങനെയായിരുന്നു 12 വയസ്സുകാരിയുടെ മൊഴി. ഇത് കേന്ദ്രീകരിച്ചായിരുന്നു പോലീസിന്റെ അന്വേഷണം അടക്കം നടന്നത്. ഇതിന് പിന്നാലെ നടത്തിയ അന്വേഷണത്തിലാണ് ഈ കുട്ടി തന്നെയാണ് ഇതിന് പിന്നിലെന്ന് മനസ്സിലാകുന്നത്. 12 വയസ്സുകാരി കൊടുത്ത മൊഴി എന്ന് പറയുന്നത് ശുചിമുറിയിലേക്ക് പോകുമ്പോൾ കുട്ടി അവിടെ ഉണ്ടായിരുന്നു, എന്നാൽ തിരിച്ചു വരുമ്പോൾ കുഞ്ഞിനെ അവിടെ കണ്ടില്ല. അതിനുശേഷം ഇവരൊക്കെ സെർച്ച് ചെയ്തു. അവസാനം കുട്ടിയെ അടുത്തുള്ള ഒരു കിണറിൽ നിന്നാണ് ലഭിച്ചിട്ടുള്ളത്. എന്നാൽ പോലീസിന് ആദ്യമേ ഈ കുട്ടിയുടെ മൊഴിയിൽ സംശയമുണ്ടായിരുന്നു. അതിനെ തുടർന്ന് വീണ്ടും ചോദ്യം ചെയ്തതിലൂടെയാണ് പോലീസിനോട് ഈ കുട്ടി കുറ്റം ഏറ്റുപറഞ്ഞിട്ടുള്ളത്. ആ കുട്ടി തന്നെയാണ് കിണറ്റിൽ കൊണ്ടുപോയി, ഉറങ്ങുന്ന കുട്ടിയെ കിണറ്റിൽ കൊണ്ടുപോയി ഇട്ടിട്ടുള്ള എന്നുള്ള കാര്യം ഈ പോലീസുകാരോട് ഈ കുട്ടി സമ്മതിച്ചിട്ടുള്ളത്. ഇവിടെയുള്ള കാര്യം എന്ന് പറയുന്നത് 2 കാര്യങ്ങളാണ്. ഒന്ന്, സോഷ്യൽ മീഡിയയുടെ ഇൻഫ്ലുവൻസ് ഉണ്ട്. ഒരുപാട് പേര് പറയും ഇപ്പോഴത്തെ കൊലപാതകങ്ങളൊക്കെ ഫിലിം ആയിട്ട് ഇൻഫ്ലുവൻസ്ഡ് ആണെന്ന്. ഞാൻ അതിനോട് എതിർക്കുന്നില്ല. പക്ഷെങ്കിൽ മൂവീസ് എന്ന് പറയുന്നത് ജസ്റ്റ് 2-3 hours മാത്രമാണ്, 2-3 മണിക്കൂറുകൾ മാത്രമാണ് ഒരു മൂവി നടക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിന്റെ ഇൻഫ്ലുവൻസ് ഇല്ല എന്നല്ല, ഇൻഫ്ലുവൻസ് ഉണ്ട്. പക്ഷെ അതിനേക്കാളും കൂടുതലാണ് ഇപ്പോഴത്തെ സോഷ്യൽ മീഡിയ. ഇൻസ്റ്റാഗ്രാമിലാണെങ്കിൽ റീൽസും, യൂട്യൂബിലാണെങ്കിൽ ഷോർട്സും. കാരണം ഒരുപാട് കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് ഉണ്ട്. ഇവരൊക്കെ പലതരത്തിലുള്ള വീഡിയോസ് ഉണ്ടാക്കി റീച്ച് കിട്ടാൻ വേണ്ടിയിട്ട് അപ്ലോഡ് ചെയ്യുന്ന ആളുകളുണ്ട്. എന്നാൽ ചുരുക്കം ചിലർ മാത്രമേ സൊസൈറ്റിക്ക് നല്ലൊരു മെസ്സേജ് നൽകിയിട്ടുള്ള വീഡിയോസ് ചെയ്യുന്ന ആളുകൾ. അവർക്കുള്ള റീച്ചും വളരെ കുറവായിരിക്കും, അത് വേറൊരു വിഷയം, അത് അവിടെ ഇരിക്കട്ടെ, അതല്ല നമ്മളൊരു വിഷയം. ഈ വീഡിയോസ് ചെയ്യുന്ന ആളുകൾ ഈ വീഡിയോസ് കാണുന്നത് വെറും മുതിർന്നവർ മാത്രമല്ല, കുട്ടികളും ഇത് കാണും. അവർ ഈ കാര്യങ്ങൾ എങ്ങനെ എടുക്കണമെന്നില്ല. സപ്പോസ് എക്സാമ്പിൾ എന്ന് പറയുന്നത് ഇപ്പൊ റീസെന്റ് ഉള്ള ഷോർട്സും റീൽസും ഒക്കെ നമ്മൾ നോക്കിയാൽ മനസ്സിലാവും. റീസെന്റ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ന്യൂസിൽ ഉണ്ടായിട്ടുള്ള 2-3 ന്യൂസസ് ഉണ്ടായിരുന്നു. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് മക്കൾ മാതാപിതാക്കളോട് പണം ചോദിച്ചിട്ട് കൊടുക്കാത്തതിന്റെ പേരിൽ മാതാപിതാക്കളെ ആക്രമിച്ച കേസസ് ന്യൂസസിൽ വന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെയാണ് എന്തെങ്കിലും ചെറിയ ഇഷ്യൂസസ് ഒക്കെ പറഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി മുംബൈയിലും അല്ലെങ്കിൽ ബാംഗ്ലൂരിലേക്കൊക്കെ പോകുന്ന കുട്ടികളുടെ ന്യൂസസും നമ്മൾ ന്യൂസസിൽ കണ്ടതാണ്. അപ്പൊ ഈ വാർത്തകളൊക്കെ എടുത്തിട്ട് റീൽസും ഷോർട്സും ഒക്കെ ആക്കിയിട്ട് ഇടാറുണ്ട്. തമാശ രീതിയിലാണ് അവർ ചെയ്യുന്നത്, എന്റർടൈൻമെന്റ് പേർപ്പസ് ആണ്. പക്ഷെങ്കിൽ കുട്ടികൾ ഇത് കാണുമ്പോൾ അത് എന്റർടൈൻമെന്റ് പേർപ്പസിൽ എടുക്കണമെന്നില്ല.
അതൊരു പക്ഷെ കുട്ടികൾക്ക് നെഗറ്റീവ് ആയിട്ടുള്ള ഒരു മെസ്സേജ് ആണ് കൊടുക്കുക. അതായത് കത്തി കാണിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഒരു സാധനം നേടിയെടുക്കാൻ പറ്റും. അങ്ങനെയുള്ള ഒരുപാട് തോട്ട്സ് കുട്ടികളിലേക്ക് വരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തമാശ രീതിയിലായാലും ഇങ്ങനെ ചെയ്യുമ്പോൾ, ഇങ്ങനത്തെ കോണ്ടന്റ്സ് ചെയ്യുമ്പോൾ ഒന്ന് ചിന്തിക്കുക, വരും തലമുറയെ എങ്ങനെ മുന്നോട്ട് നയിക്കണം എന്നുള്ളൊരു കാര്യം. അതുകൊണ്ടാണ് മൂവീസിനെ മാത്രം ഞാൻ കുറ്റം പറയാത്തത്. മൂവീസ് രണ്ടോ മൂന്നോ മണിക്കൂർ മാത്രമാണ്. എന്നാൽ ഷോർട്സും റീൽസും ഒക്കെ പറയുന്നത് കണ്ടിന്യൂസ് ആയിട്ട് വന്നുകൊണ്ടേയിരിക്കുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മെസ്സേജസ് ഒക്കെ അല്ലെങ്കിൽ ന്യൂസസ് ഒക്കെ കോമഡി ആക്കിയിട്ട് ഇടാതിരിക്കാൻ ശ്രമിക്കുക. അതുപോലെ പാരന്റ്സിനോട് പറയാനുള്ളത്, ദയവ് ചെയ്ത് 18 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് മൊബൈൽ ഫോൺ നൽകാതിരിക്കുക, അല്ലെങ്കിൽ അത് കൊടുക്കുന്നത് കുറക്കുക. കാരണം നമ്മൾ ഇപ്പോഴത്തെ പാരന്റ്സിങ്ങിൽ കാണുന്ന ഒരു കാര്യമാണ്, കുട്ടി ഫുഡ് കഴിച്ചില്ലെങ്കിൽ മൊബൈൽ ഫോൺ കൊടുക്കും, എന്നിട്ട് ഫുഡ് കൊടുക്കും, ഉറങ്ങിയിട്ടില്ലെങ്കിൽ മൊബൈൽ ഫോൺ കൊടുക്കും. അതുപോലെ തന്നെയാണ് കുട്ടികൾ ഈ പാരന്റ്സിനെ ശല്യപ്പെടുത്താതെ ഇരിക്കാൻ വേണ്ടിയിട്ടും മൊബൈൽ ഫോൺ കൊടുക്കും. അങ്ങനെ പല പർപ്പസിന് വേണ്ടിയിട്ട്, കുട്ടികൾ പുറത്തു പോയി കളിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് മൊബൈൽ ഫോൺ കൊടുക്കും. ഇങ്ങനെ കൊടുക്കുന്നതും ശീലിപ്പിക്കുന്നതും ഒക്കെ പാരന്റ്സ് ആണ്. ഒരു ഘട്ടമായി കഴിഞ്ഞാൽ ഇവർക്ക് പിന്നെ മൊബൈൽ ഫോൺ ഇല്ലാതെ ജീവിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയായി മാറും. ഇപ്പോൾ സ്കൂളിലൊക്കെ പോയി കഴിഞ്ഞാൽ കുട്ടികൾ പണ്ടൊക്കെ എന്ന് പറയുന്നത് അവർ പുറത്തു പോയി കളിച്ചതും വീണതും ഒക്കെ ആയിട്ടുള്ള കഥകളാണ് ഫ്രണ്ട്സിനോട് സംസാരിക്കാറ്. എന്നാൽ ഇപ്പോൾ അങ്ങനല്ല. യൂട്യൂബിൽ കണ്ടതും ഇൻസ്റ്റാഗ്രാമിൽ റീൽസിൽ കണ്ട കാര്യങ്ങളൊക്കെയാണ് അവരവിടെ ഡിസ്കസ് ചെയ്യുന്നത് സ്കൂളിലൊക്കെ. കുട്ടികൾ ഡിജിറ്റലൈസ്ഡ് ആവണം, എന്നാൽ അത് നല്ല മാർഗത്തിൽ മാത്രമാവണം, അല്ലാതെ റോങ് ആയിട്ടുള്ള മെസ്സേജ്. കാരണം ഈ യൂട്യൂബിലും ഫേസ്ബുക്കിലൊക്കെ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലൊക്കെ വരുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് എല്ലാം പോസിറ്റീവ് ആണെന്നില്ല. കുട്ടികൾ അത് എങ്ങനെ എടുക്കണമെന്നും ഇല്ല. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പാരന്റ്സ് ശ്രദ്ധിക്കുക. പരമാവധി ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് മൊബൈൽ ഫോൺ കൊടുക്കാതിരിക്കുക, അനുവദിക്കരുത് എന്ന് തന്നെയാണ്. പിന്നെ പുതിയൊരു കുട്ടി വരുമ്പോൾ അതാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത്. ഈ കുട്ടിക്ക്, ഈ 12കാരിക്ക് പുതിയൊരു കുട്ടി ഉള്ളപ്പോൾ ആ സ്നേഹമൊക്കെ ആ കുട്ടിയിലേക്ക് പോകും എന്നുള്ളൊരു ഭയം അല്ലെങ്കിൽ ഒരു ഈഗോ ആണ് അവിടെ സംഭവിച്ചിട്ടുള്ളത്. അത് ആ പോലീസുകാരനും പറഞ്ഞിട്ടുണ്ട്. പുതിയൊരു കുട്ടി വരുമ്പോൾ ആ കുട്ടിക്ക് കെയർ ഒക്കെ കൊടുക്കണം, കാരണം അത് പുതിയൊരു കുട്ടിയാണ്. പക്ഷെങ്കിൽ ആദ്യമുള്ള മുതിർന്ന കുട്ടിക്ക് പണ്ട് കൊടുത്ത അതേ കെയർ കൊടുക്കണം. അതിനോടൊപ്പം തന്നെ ആ കുട്ടിയെ പറഞ്ഞ് മനസ്സിലാക്കണം, ഈ കുട്ടിക്ക് നടക്കാൻ പറ്റില്ല. അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും, ആ കുട്ടിയുടെ വീക്ക്നെസ് ഒക്കെ, കാരണം ജനിച്ചപാടുള്ള കുട്ടിയുടെ എല്ലാ വീക്ക്നെസ്സും വീക്ക് പോയിന്റ്സും ഈ കുട്ടിയെ, മുതിർന്ന കുട്ടിയെ പറഞ്ഞ് മനസ്സിലാക്കുക. മുതിർന്ന കുട്ടിയെ കൊണ്ട് തന്നെ പുതിയ കുട്ടിയെ കെയർ ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക. അതുപോലെ തന്നെ ഈ മുതിർന്ന കുട്ടിക്ക് എന്തൊക്കെയാണോ പാരന്റ്സ് ചെയ്തു കൊടുത്തുകൊണ്ടിരുന്ന കാര്യങ്ങൾ അതൊക്കെ ഒറ്റ ദിവസം കൊണ്ട് നിർത്താതെ ഗ്രാജുവലി മെല്ലെ മെല്ലെ ഓരോ കാര്യങ്ങളായിട്ട് നിർത്തി ആ കുട്ടിയെ കൊണ്ട് ഓരോ കാര്യങ്ങൾ ശീലിപ്പിക്കാൻ ശ്രമിക്കുക. അല്ലാതെ ഒറ്റയടിക്ക് പുതിയൊരു കുട്ടി വന്നു എന്ന് വിചാരിച്ചിട്ട് മുതിർന്ന കുട്ടിക്ക് കൊടുത്ത എന്തൊക്കെ കാര്യങ്ങളാണോ അതൊക്കെ നിഷേധിക്കാൻ പാടില്ല. എല്ലാം സമാധാനപരമായിട്ട് മനസ്സിലാക്കി കൊടുത്ത് ഗ്രാജുവലി എല്ലാത്തും അവസാനിപ്പിക്കുക. അങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രമിക്കുക. അതേപോലെ തന്നെ സൈക്കോളജിസ്റ്റ് പറഞ്ഞ ഒരു കാര്യം എന്ന് പറയുന്നത്, അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്, ഇത് എല്ലാ കുട്ടികളിലും, അതായത് ഏകദേശം 90% കുട്ടികളിലും ഈ ഒരു ഈഗോ പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. അതിൽ കുട്ടികൾ ചെയ്യുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് ചെറിയ ചെറിയ ഉപദ്രവങ്ങളാണ്. അതായത് ഈ കുട്ടിയെ കരയിപ്പിക്കുക, അതിലൂടെ സന്തോഷം കണ്ടെത്തുക, അങ്ങനെയുള്ള കാര്യങ്ങളാണ്. അത് സർവ്വസാധാരണമായിട്ട് നടക്കുന്നതെന്നാണ് ആ സൈക്കോളജിസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എന്നാൽ എക്സ്ട്രീം കേസസിൽ മാത്രമാണ് ഇതുപോലെയുള്ള കൊലപാതകങ്ങൾ നടക്കാറ്. അതുപോലെ ഒരു ഇൻസിഡന്റ് ആണ് ഇവിടെ നടന്നിട്ടുള്ളത്. ഈ ന്യൂസ് വന്നതിന്റെ കോമന്റ് സെക്ഷൻസ് നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, ഒരുപാട് പേര് കുട്ടിയെ കുറ്റം പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാൽ കുട്ടിയെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം ആ ലേബിളാണ്, കുട്ടി എന്നുള്ളൊരു ലേബിളാണ്, അതൊരു കുട്ടിയാണ്. അപ്പം അതിന്റെ മെന്റാലിറ്റി അങ്ങനെ ആയിരിക്കും. പിന്നീട് ഒരുപാട് പേര് പാരന്റ്സിനെ കുറ്റം പറഞ്ഞിട്ടുണ്ട്. ഇവിടെ പാരന്റ്സിനെയും കൂടുതലായിട്ട് കുറ്റം പറയാൻ പറ്റില്ല. കാരണം എന്ന് പറയുന്നത്, ഈ പാരന്റ്സ് എന്ന് പറയുന്നത് ഈ കുട്ടിയെ ദത്തെടുത്ത പോലെ എടുത്തതാണ്. അതായത് സ്വന്തം സഹോദരന്റെ മകൾ ആരും ഇല്ലാതായപ്പോൾ ഈ ഒരു വ്യക്തി ആ കുട്ടിയെ എടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്, വളർത്താൻ വേണ്ടിയിട്ട് എടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ പാരന്റ്സിന്റെ മനസ്സ് നമ്മൾ കാണണം. അത്രയും നല്ല മനസ്സുള്ളത് കൊണ്ടാണ് ഇങ്ങനെ ഒരു പ്രവൃത്തി ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ എത്ര പേര് ഇങ്ങനെ ഒരു കാര്യം ചെയ്യും? ഒഴിഞ്ഞു മാറാനേ ശ്രമിക്കുകയുള്ളൂ കൂടുതൽ പേരും. അതുകൊണ്ട് തന്നെ പാരന്റ്സിനെയും കുറ്റം പറയാൻ പറ്റില്ല. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത്, ഒന്ന്, മൊബൈൽ ഫോൺ കുട്ടികൾക്ക് കൊടുക്കുന്നത് റെസ്ട്രിക്റ്റ് ചെയ്യുക എന്നൊരു കാര്യമാണ്. രണ്ടാമത്തെ കാര്യം, പുതിയൊരു കുട്ടി വന്നാലും പഴയ കുട്ടിയെയും പുതിയ കുട്ടിയെയും തുല്യം പോലെ കാണാൻ ശ്രമിക്കുക. അത് ആ മുതിർന്ന കുട്ടിയെ പരമാവധി അത് മനസ്സിലാക്കാൻ ശ്രമിക്കുക. അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്ത് തുല്യമായിട്ട് തന്നെ ആ കുട്ടിക്ക് എന്തൊക്കെയാണോ ചെയ്തു കൊടുക്കാറ് അതൊക്കെ ചെയ്തു കൊടുക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കുക. അല്ലാതെ ഈ കുട്ടി വന്ന് ഇനി എനിക്ക് നിന്റെ കാര്യം നോക്കാൻ പറ്റില്ല എന്നൊക്കെ പറയുന്ന പാരന്റ്സ് ഉണ്ട്. അതുപോലെ ചെയ്യാതെ ആ കുട്ടിക്ക് വേണ്ട കാര്യങ്ങളും പരമാവധി എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്യുക. സമയം കണ്ടെത്തി ചെയ്തു കൊടുക്കാൻ ശ്രമിക്കുക. അങ്ങനെയാണെങ്കിൽ ആ കുട്ടിക്കും ഒരു സാറ്റിസ്ഫാക്ഷൻ വരികയും ചെയ്യും.
കുട്ടിക്കും ഒരു സന്തോഷമാവും. അതുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക, ചെയ്യാൻ ശ്രമിക്കുക. ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കോമെന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇൻഫോർമേറ്റീവ് ആയി തോന്നിക്കഴിഞ്ഞാൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കല്ലേ. And thanks for watching me and stay tuned for another video. Okay, thank you.